പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 ധനുമാസം 24-ാം തീയതി മുതൽ ധനുമാസം 30-ാം തീയതി വരെയുള്ള, ജനുവരി 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഒരു പ്രത്യേകത, ജനുവരി 14-ാം തീയതി, അതായത് ധനുമാസം 30-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്. ഉത്തരായനകാലം ആരംഭിക്കുകയാണ്. ഉത്തരായണം. സൂര്യൻ ഇനി അങ്ങോട്ടേക്ക് മകരം 1-ാം തീയതി മുതൽ, ദാറ്റ് മീൻസ് ധനുമാസം 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ അങ്ങോട്ടേക്ക് 6 മാസം ഉത്തരായന കാലമാണ്. സൂര്യൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയമാണ് ഉത്തരായന കാലം. സൂര്യൻ അങ്ങേയറ്റം അതിൻ്റെ പ്രചണ്ഡമായ കിരണങ്ങൾ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷം ആകെ എന്തായി മാറും? ചൂടോടുകൂടിയിരിക്കുന്ന ഒരു സമയമാണ്. സൂര്യാഘാതമൊക്കെ സംഭവിച്ച ആളുകൾ മരിക്കുന്ന കാഴ്ചകൾ പണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ നാം വായിക്കാറുണ്ട്. ഇന്ന് കേരളത്തിലും അപ്രകാരം തന്നെയാണ്. മീനമാസത്തിലാണ് സൂര്യൻ ഏറ്റവും ഉഷ്ണം അനുഭവിക്കുക. മീനമാസത്തിലെ സൂര്യൻ അതിൻ്റെ പ്രചണ്ഡ രശ്മികൾ വെച്ച് മനുഷ്യന് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കും. അത് ഓരോ രാജ്യങ്ങളിലും അങ്ങനെയാണ്. മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ജൂൺ മാസം മുതൽ ആഗസ്റ്റ് മാസം വരെയുള്ള സമയമാണ്. അങ്ങേയറ്റം ചൂട്, മനുഷ്യൻ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് അനുഭവിക്കുക മിഡിൽ ഈസ്റ്റിൽ ആ സമയത്താണ്. ഏതായാലും ഈ ഒരു വാരഫലം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ഉത്തരായനം വരികയാണ്. മകരം 1 മുതൽ അങ്ങോട്ടേക്ക് ഉത്തരായനം വരും. ഉത്തരായനം വളരെ സൂര്യന് പ്രാധാന്യമുള്ളതുകൊണ്ട് വ്യക്തികളുടെ ആത്മപ്രഭാവത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന 6 മാസങ്ങളാണ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ അതിൻ്റെ അങ്ങേയറ്റം 10-ാം ഉദയം, മേടമാസം മുതലുള്ള സമയമൊക്കെ സൂര്യൻ ഏറ്റവും പവർഫുള്ളായി വരുന്ന മാസം. ഏതായാലും വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ നമുക്ക് ചിന്തിക്കാം. പൂരം നക്ഷത്രത്തിലാണ് ഈ ഒരു വാരം തുടങ്ങുന്നത്, വ്യാഴാഴ്ച. ഇവിടെ മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല. മിഥുനത്തിൽ വ്യാഴമാണ്, ചിങ്ങത്തിൽ കേതു, ചന്ദ്രൻ, ധനുവിലാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും, സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. പിന്നീട് കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനിയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്ക് ഓരോ രാശിയിലെയും ഗ്രഹനില എപ്രകാരമാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെ ഉള്ളത് എന്നാണ് നാം ഈ വാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ൽ ചന്ദ്രൻ, കേതു, 9-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇവിടെ പ്രായണ മേടൻ രാശിക്കാർക്ക് നിങ്ങൾക്കറിയാം 7.5 ശനിയുടെ ഒരു കാഠിന്യമുള്ള സമയവും വ്യാഴം 3-ലുമൊക്കെയാണ്. എങ്കിലും ഇവിടെ ഒരു പ്രതീക്ഷ ഉള്ള ഒരു രാശി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും 9-ാം ഭാവത്തിൽ ശക്തമായി നിൽക്കുന്നുണ്ട്. സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനുമൊക്കെ തന്നെ. അവിടെ സൂര്യൻ മറ്റ് 3 ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏകരാശിയിലെ മൗഢ്യമാണ്. അതിനാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കില്ല. ധർമ്മ സുധ അർത്ഥ സുഖഭാഗ്. സൂര്യനും ചൊവ്വയും 9-ാം ഭാവത്തിൽ വന്നാൽ സുധ അർത്ഥ സുഖഭാഗ്, സുഖം ഭജിക്കും, ധനം ഉണ്ടാകും, ശാസ്ത്രീയമായ വിഷയങ്ങൾ വളരെയധികം ശാസ്ത്രജ്ഞാനം നേടും എന്നൊക്കെയാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സ്വതവേ സൽപൂജ്യോ ധനവാൻ ധനുർധരഗതേ തീഷ്ണ ഭിഷക് കാരുക. സജ്ജനങ്ങൾ പൂജിക്കുന്നൊരവസ്ഥ 9-ലെ ധനുവിൽ നിൽക്കുന്ന സൂര്യനുണ്ട്. അതിനാൽ തൻ്റെ കർമ്മമേഖലയിൽ താൽക്കാലിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാരമൊക്കെ തന്നെ പല കാര്യങ്ങളിലും തൻ്റേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം തൻ്റെ കർമ്മമേഖലയിൽ. പലപ്പോഴും മേടൻ രാശിയുടെ സ്വഭാവം എന്താണ്? സഹോത്ഥാഗ്രജ. താൻ സഹോദരങ്ങളിൽ മൂത്താലാണ്. എവിടെ എത്തിയാലും തൻ്റെ പ്രാമാദിത്വം, തൻ്റെ ഒരു പ്രമാദം, ഒരു അവസ്ഥ, തൻ്റെ അപ്രമാദിത്വം താൻ തെളിയിക്കും. അതിനാൽ തലയുയർത്തി നടക്കാൻ ഈ വാരം വളരെ നല്ലതാണ്. ബൗദ്ധികമായ രീതിയിൽ തനിക്ക് പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം 5-ാം ഭാവത്തിൽ ചന്ദ്രനാണ്. 5-ൽ ചന്ദ്രൻ വരുമ്പോൾ നല്ല ബുദ്ധി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കിങ്, ഈ രീതിയിൽ നടക്കുന്നവർക്കൊക്കെ, അതേ രീതിയിൽ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുന്നവർക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന വാരമാണിത്.
യഥാ പഞ്ചമേച്ഛ നക്ഷത്രനാഥോ ദദാധിക സന്താന സന്തോഷമേവ. സന്താനങ്ങൾക്ക് വളരെ നല്ലതാണ്, മക്കളെ കൊണ്ട് സന്തോഷങ്ങളുണ്ടാകും, പുത്തൻ സന്താനങ്ങൾ ഉണ്ടാകാം, അതിനുവേണ്ട ചികിത്സകൾക്ക് മുമ്പോട്ട് പോകാം. മതിം നിർമ്മലാം, നിർമ്മലമായ ബുദ്ധി ഉപയോഗിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും തൻ്റെ കാര്യങ്ങൾ. ഇവിടെ ഹാർഡ് വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് മേടൻ രാശിക്കാർ. ഒരിക്കലും മേടൻ രാശിക്കാരോട് പലരും പറയുമ്പോൾ ഏഴര ശനിയാണ്, വ്യാഴം 3-ലാണ് എന്നൊന്നും പറയരുത്. അതിൻ്റെതായ ക്ലേശങ്ങൾ ഉണ്ടാവട്ടെ, അത് പ്രാർത്ഥനയിലൂടെ നമുക്ക് മുമ്പോട്ട് പോയിക്കൂടെ. ഓം ശം ശനീശ്വരായ നമഃ. ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മേടൻ രാശിക്കാരോട് പറയുന്ന മന്ത്രമാണത്. ഓം ശം ശനീശ്വരായ നമഃ. എല്ലാ ശനിയാഴ്ച നെയ്വിളക്ക് കത്തിക്കുക. അതേ രീതിയിൽ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹനുമാൻ ക്ഷേത്രത്തിൽ അവിൽ നിവേദ്യം ചെയ്യുക, ഗതയൊപ്പിക്കുക. അപ്രകാരം തന്നെ വിഷ്ണുവിന് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. വളരെയധികം മാറ്റങ്ങൾ മേടൻ രാശിക്കാർക്ക് വരും. മതിം നിർമ്മലാം, നിർമ്മലമായ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങുക. ഉത്സാഹികൾ അങ്ങനെയാണ്, അവരൊരിക്കലും തന്നെ ഭാഗ്യത്തെ ആശ്രയിച്ച് നിൽക്കാറില്ല. എപ്പോഴും താൻ പാതി ദൈവം പാതി എന്ന പ്രമാണത്തിലൂടെ മുന്നോട്ട് നീങ്ങുക. താൻ പാതി ചെയ്യുക, താൻ ചെയ്യേണ്ടത് ചെയ്ത് തീർക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ദൈവാധീനം വന്നുകൊള്ളും. ദിവസേനേവ തദ്ഗുര്യാത് ഏന രാത്രോ സുഖം വസേതെന്ന് പറയാറുണ്ട്. അന്ന് പകൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക, രാത്രി സുഖമായി ഉറങ്ങാൻ പറ്റും. ആ പകൽ തൻ്റെ ഡ്യൂട്ടി താൻ ചെയ്തു കഴിഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഭാരമാണിത്. രത്നലാഭഞ്ച ഭൂമിയും, തനിക്ക് ഭൂമി ലഭിക്കും. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങേണ്ട ആളുകളെ കിട്ടുക, സ്പേസ് കിട്ടുക, തന്നെ വ്യാപാരത്തിന് ഗവേഷണത്തിന് വേണ്ടത്. അതാണ് രത്നലാഭഞ്ച ഭൂമിയും. അല്ലാതെ കുറേ ഭൂമി എടുത്ത് ഇടലല്ല. തൻ്റെ കർമ്മമേഖലയിൽ തനിക്കൊരു സ്പേസ് ലഭിക്കുക. കുസീതേന നാനാവത്തയോ വ്യാവസായ, പലിശ കൊണ്ട് കളിക്കുന്നവർക്ക് ലാഭം കിട്ടുമെന്നാണ്. അതിനാൽ പലപ്പോഴും ഈ കൺസൾട്ടൻസ് ഉപദേശിക്കുന്നവർക്കൊക്കെ തന്നെ സൂക്ഷ്മമായ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് തനിക്ക് തൻ്റെ കാശുണ്ടാക്കാൻ നല്ലൊരു ഭാരമാണ്. ഒരു തരത്തിലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സന്താന ശ്രേയസ് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പഠനം, ഉപരിപഠനം, വിദ്യാഭ്യാസം, അവർക്ക് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഈ വാരം ഏറ്റവും നല്ലത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കാണ്. ഷെയർ മാർക്കറ്റിൽ ധനകാര്യവുമായി ബന്ധപ്പെടുന്ന ബാങ്കിങ് സെക്ടേഴ്സിൽ കളിക്കുന്നവർക്ക് ആസ് എ ഗാംബ്ലേഴ്സ് ദേ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി. നന്മകൾ മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.